ഒരു നിമിഷം നിങ്ങൾ ചിന്തിച്ചു നോക്കും. നാളെ രാവിലെ നിങ്ങൾ ഉണർന്നപ്പോൾ ലോകത്ത് എണ്ണ ഒന്നില്ല എന്ന് പറഞ്ഞാൽ കാറുകൾ നിശ്ചലമാകും, വിമാനങ്ങൾ നിലത്തിരിക്കും, ഫാക്ടറികൾ നിശബ്ദമാകും. നമ്മുടെ ആധുനിക ലോകത്തിൻ്റെ പൗതി പ്രവർത്തനങ്ങളും ഒരു നിമിഷം കൊണ്ട് തന്നെ താളം തെറ്റും. കാരണം നമ്മളിന്ന് ജീവിക്കുന്ന ഈ ലോകത്തിൻ്റെ അദൃശ്യമായ ശക്തി ഒന്നുണ്ട്. അത് ഒരു കറുത്ത ദ്രാവകമാണ്. ആളുകൾ അതിനെ വിളിക്കുന്നു കറുത്ത സ്വർണം. ഇന്ന് നമ്മുടെ കാറുകൾ ഓടുന്നത്, വിമാനങ്ങൾ പറക്കുന്നത്, പ്ലാസ്റ്റിക് നിർമ്മിക്കുന്നത് എല്ലാം ഇതിൻ്റെ കരുത്തിലാണ്. പക്ഷെ ഒരു ചോദ്യമുണ്ട്, ഈ കറുത്ത ദ്രാവകം ലോകത്തെ എങ്ങനെ കീഴടക്കി? ആരാണ് ആദ്യം അത് കണ്ടെത്തിയത്? ഒരു ചെറിയ പരീക്ഷണം എങ്ങനെ ഒരു ആഗോള വിപ്ലവമായി മാറി? ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ചരിത്രത്തിലെ ഏറ്റവും ശക്തമായ ഒരു വിഭവത്തിൻ്റെ കഥയിലേക്കാണ്. അത് എണ്ണയുടെ കഥയാണ്. ക്രൂഡ് ഓയിൽ എങ്ങനെ ലോകത്തെ തന്നെ മാറ്റിമറിച്ചു. എണ്ണയുടെ കഥ ആരംഭിക്കുന്നത് നിങ്ങൾ വിചാരിച്ചതിലും ഒരുപാട് പഴക്കത്തിലാണ്. ബൈബിളിലെ നോഹയുടെ പെട്ടകം വെള്ളം ചോർന്ന് കയറാതിരിക്കാൻ അതിന്മേൽ പുരട്ടിയത് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? കറ്റ അഥവാ ബിറ്റുമൻ. അത് എണ്ണയുടെ ഒരു രൂപമായിരുന്നു. പുരാതന ഈജിപ്തുകാർ മമ്മികൾ സൂക്ഷിക്കാനും റോമക്കാർ അവരുടെ വിളക്കുകൾ എരിയിക്കാനും എണ്ണ സൂക്ഷിച്ചിരുന്നു. ലോകത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിലും ആളുകൾ നിലത്തുനിന്ന് ഊറി വരുന്ന ഈ കറുത്ത ദ്രാവകം ശ്രദ്ധിച്ചിരുന്നു. ചൈനീസ് ചരിത്രരേഖകളിൽ ക്രിസ്തുവർഷം 900-കളിൽ തന്നെ ബോർണിയോ ദ്വീപിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്തതായി രേഖകളുമുണ്ട്. ബോർണിയോയിലെ പ്രദേശവാസികൾ അവർ മിനാക് തന്ന എന്ന് വിളിച്ചിരുന്ന ഈ എണ്ണ വിളക്ക് കത്തിക്കാനും വഞ്ചികൾ വെള്ളം കയറാതിരിക്കാൻ പൂശാനും മരുന്നായി പോലും ഉപയോഗിച്ചിരുന്നു. പക്ഷേ ഇതൊക്കെ വെറും നാട്ടറിവുകൾ മാത്രമായിരുന്നു. എണ്ണ ഒരു വലിയ വ്യവസായമായി മാറാൻ പോകുന്നു എന്ന് ആരും കരുതിയില്ല. നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് 1859 അമേരിക്കയിലാണ്. അവിടെ ഒരു മുൻ റെയിൽവേ കണ്ടക്ടറായ എഡ്വിൻ ഡെറാക്ക് എന്നയാളുണ്ടായിരുന്നു. ഒരു ഭ്രാന്തൻ ആശയമായ അയാൾ നടക്കുകയായിരുന്നു. അയാളെ പലരും പരിഹസിച്ചു. നിങ്ങളുടെ കടം വീട്ടുക, വീട്ടിലേക്ക് തിരിച്ചു പോവുക എന്നൊരു കത്ത് പോലും അയാൾക്ക് ലഭിച്ചു. പക്ഷേ ഡെറാക്ക് വിട്ടുകൊടുത്തില്ല. പെൻസിൽവാനിയയിലെ ടെസ്വെല്ല എന്ന സ്ഥലത്ത് നിലത്ത് നിന്ന് എണ്ണ ഊറി വരുന്നത് അദ്ദേഹം ശ്രദ്ധിച്ചു. അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം വളരെ ലളിതമായിരുന്നു. ആ എണ്ണ കണ്ടെത്തി അതിൽ നിന്ന് വിളക്ക് കത്തിക്കാനുള്ള മണ്ണെണ്ണ നിർമ്മിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. അക്കാലത്ത് വിളക്ക് കത്തിക്കാൻ ഉപയോഗിച്ചിരുന്ന തിമിംഗല എണ്ണ വളരെ ചിലവേറിയതായിരുന്നു. അങ്ങനെ 1859 ഓഗസ്റ്റ് 27-ാം തീയതി റോക്കിൻ്റെ ശ്രമം വിജയിച്ചു. 21 മീറ്റർ ഉയരത്തിൽ എണ്ണ ഉയർന്നു പൊങ്ങി. ലോകത്തെ ആദ്യത്തെ വാണിജ്യാടിസ്ഥാനത്തിലുള്ള എണ്ണക്കിണർ പിറന്നു. ആ നിമിഷം ലോകത്തെ തന്നെ മാറ്റിമറിച്ചു. അതൊരു പുതിയ യുഗത്തിൻ്റെ തുടക്കമായിരുന്നു. റോക്കിൻ്റെ വിജയത്തിന് ശേഷം അമേരിക്കയിൽ എണ്ണ ഒരു ഭ്രാന്തായി അലയടിച്ചു. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം പിറ്റ് ഹോൾ സിറ്റി. 1864-ൽ അവിടെ എണ്ണ കണ്ടെത്തുന്നതിന് മുമ്പ് ആ പ്രദേശത്ത് 50 പേർ പോലും താമസിച്ചിരുന്നില്ല. പക്ഷേ ഒരു വർഷത്തിനുള്ളിൽ ജനസംഖ്യ 10,000-ആയി മാറി. 50 ഹോട്ടലുകൾ, തിരക്കേറിയ പോസ്റ്റ് ഓഫീസ്, ടെലിഗ്രാം കേന്ദ്രങ്ങൾ എല്ലാം അവിടെ ഉയർന്നു പൊങ്ങി. പെട്ടെന്ന് ആളുകൾ പണക്കാരായി മാറി. പക്ഷേ ആ വളർച്ച നിലനിന്നില്ല. ചില വർഷങ്ങൾക്കുള്ളിൽ തന്നെ എണ്ണ വറ്റി. പിറ്റ് ഹോൾ സിറ്റി ഒരു പ്രേതനഗരമായി മാറി. ആ അരാജകത്തിനിടയിൽ ഒരു മനുഷ്യൻ ഉയർന്നു പൊങ്ങി, ജോൺ സി റോക്ക്ഫെല്ലർ. 1870-ൽ അദ്ദേഹം സ്ഥാപിച്ച സ്റ്റാൻഡേർഡ് ഓയിൽ കമ്പനി അമേരിക്കയിലെ എണ്ണ വ്യവസായത്തെ നിയന്ത്രിച്ചു. അദ്ദേഹത്തിൻ്റെ ബിസിനസ് തന്ത്രങ്ങൾ വളരെ ശക്തിയേറിയതായിരുന്നു. പക്ഷേ പിന്നീട് മാധ്യമപ്രവർത്തകയായ ഐഡ ടാർബെൽ നടത്തിയ അന്വേഷണങ്ങൾ റോക്ക്ഫെല്ലറുടെ സാമ്രാജ്യത്തെ കുലുക്കി. 1911-ൽ അമേരിക്കൻ സുപ്രീം കോടതി സ്റ്റാൻഡേർഡ് ഓയിലിനെ വിഭജിക്കാൻ ഉത്തരവിട്ടു. എണ്ണയുടെ കഥ അമേരിക്കയിൽ മാത്രം ഒതുങ്ങിയില്ല. ലോകത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിലും ആൾക്കാർ എണ്ണ തേടിയിരുന്നു. 1909-ൽ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായ ചാൾസ് ഹോട്ട്സ് എന്നു പേരുള്ള ആൾ ബോർണിയോയിലെ മിരി എന്ന പ്രദേശത്ത് നിലത്തുനിന്ന് എണ്ണ ഊറി വരുന്നത് അദ്ദേഹം ശ്രദ്ധിച്ചു. 1910-ൽ ഡിസംബർ 22-ാം തീയതി 130 മീറ്റർ ആഴത്തിൽ അവിടെ എണ്ണ കണ്ടെത്തി. ഒരു ചെറിയ മത്സ്യബന്ധന ഗ്രാമം. ആ ഗ്രാമം ഒരു ആധുനിക നഗരമായി മാറി. ഇന്ന് നമ്മുടെ ലോകം എണ്ണയിലാണ് ഓടുന്നത്. ഗതാഗതം, വ്യവസായം, പ്ലാസ്റ്റിക്, മരുന്നുകൾ പോലും. എണ്ണയില്ലാത്ത ലോകത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും സാധ്യമല്ല. 1973-ൽ അറബ് രാജ്യങ്ങൾ എണ്ണ വിൽപ്പന നടത്തിയപ്പോൾ വില $3 നിന്ന് $12 ഉയർന്നു. ലോകം സാമ്പത്തിക പ്രതിസന്ധിയിലായി. അപ്പോൾ ചോദ്യമുയർന്നു, എണ്ണ അനുഗ്രഹമോ അല്ലെങ്കിൽ ശാപമോ? ഈ കറുത്ത സ്വർണം നമ്മുടെ നാഗരികതയെ മുന്നോട്ട് നയിച്ചു. പക്ഷേ അത് നമ്മുടെ കാലാവസ്ഥയും ഭാവിയും എത്രത്തോളം ബാധിക്കുന്നു? ഒരു ദിവസം എണ്ണയില്ലാത്ത ലോകം വരാം. ആ ലോകം എങ്ങനെയായിരിക്കും? ആ ഉത്തരങ്ങളൊക്കെ നമ്മൾ ഇന്ന് എടുക്കുന്ന തീരുമാനങ്ങളാണ്.